ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നതേ ബാക്ക് ടു സ്കൂളാണ്. അപ്പോൾ ഞാൻ മക്കളുടെ ബുക്കൊന്നും പൊതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നിരത്തി, അതായത് സ്കൂൾ തുറക്കണ തലേ ദിവസം ചെയ്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കാരണം എനിക്കൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യണത്. കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് പണികളുണ്ടായിരുന്നു. സ്കൂൾ ഇന്ന് തുറന്ന കാരണം കുറച്ചധികം പണികളുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതെ ഇന്നാണ് പോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൊടുക്കുള്ളൂ. ഇതേപോലെ നല്ല നല്ല വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെ രണ്ടാളുടെ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. അത് നല്ല രീതിയിൽ ഞാൻ വലിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു മേക്ക് ഓവറാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ നോട്ട്ബുക്കും ഉണ്ട്, ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. രണ്ടും വലിച്ചിട്ടേക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെ വലിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ പണ്ടത്തെ ടെക്സ്റ്റ് ബുക്ക് 90 കിഡ്സിനൊക്കെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ അജിത്ത്, എന്താ പറയുക, ഫിലിം സ്റ്റാർസാണ്. പിന്നെ മറ്റേ ഫിൻലാൻഡ്, അങ്ങനത്തെ വല്ല അമേരിക്ക, അങ്ങനത്തെ ഓരോ രാജ്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇങ്ങനത്തെ ഓരോ പിക്ചേഴ്സാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. എന്നാലും പണ്ടത്തേക്കാൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ചിലരൊക്കെ ആകുമ്പോൾ ചിലത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം ഒന്നും ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ക്യൂട്ട്നെസ് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ കാർട്ടൂൺ അല്ല, ഇങ്ങനത്തെ പിക്ചേഴ്സ് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ രണ്ടാളുടെ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. രണ്ടാളുടെ ടെക്സ്റ്റ് ബുക്കും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിരത്തി വെച്ചേക്കാം കേട്ടോ. ആരും ഒരു ഹെൽപ്പിംഗ് ഒന്നും ഇല്ല, ഞാൻ തന്നെ ചെയ്യണമല്ല. അപ്പോൾ പിന്നെ മക്കളെ ഉപദ്രവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ തന്നെ ഇത് ഏറ്റെടുത്തേ. മക്കളൊന്നും ഇല്ലാത്ത നേരത്താണ് ഇതൊക്കെ ചെയ്യണത്. കാരണം അവരുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. കുട്ടികൾ ചെറുതല്ല, ഇത്തിരി വലുതാണെങ്കിലും നമ്മൾ ഒരു പൊടിക്ക് സമ്മതിക്കില്ല അവർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കി വയ്ക്കും. അതുകൊണ്ട് ഞാൻ അവരാരും എനിക്ക് ഉൾപ്പെടുത്തിയില്ല. എനിക്ക് ഞാൻ തന്നെ ചെയ്യണമെന്ന് തന്നെയാണ് ഒരു സാറ്റിസ്ഫിക്കേഷൻ തരട്ടെ. അപ്പം നിങ്ങൾ ചിലർ പറയും, ചില കമൻറ്റ് കണ്ടിട്ട് ഞാൻ കാവ്യമാധവൻ്റെയൊക്കെ കുട്ടീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാവ്യമാധവൻ ഒറ്റയ്ക്ക് കുട്ടീനെ കുളിപ്പിച്ചു എന്ന്. പക്ഷേ നമ്മുടെ വീട്ടിലത്തെ കുട്ടികളൊന്നും മാറ്റാരൊന്നും കുളിപ്പിക്കില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ കുളിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥയും. എൻ്റെ മക്കളുടെ കാര്യം ഞാൻ തന്നെ ചെയ്യണം, വേറെ ആരും വന്ന് ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആരുടെയും ഹെൽപ്പും ഒന്നും ഇല്ലാണ്ട് ഞാൻ തന്നെ അവരുടെ ബുക്കും പേപ്പറൊക്കെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അവരുടെ സ്കൂളിൻ്റേതായ റാപ്പിംഗ് പേപ്പർ ഉണ്ട്. അതും ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഈ പേപ്പർ വെച്ച് പൊതിഞ്ഞ് പിന്നെ വലിയവനെന്നോ ചെറിയവനെന്നോ അങ്ങനത്തെ ഒരു തരംതിരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരേ റാപ്പിംഗ് പേപ്പർ തന്നെയാണുള്ളത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ കാണാൻ പറ്റും. ബുക്കുകൾ ചിലപ്പോൾ തെറ്റിപ്പോട്ടും. ഞാൻ നെയിം സ്ലിപ്പ് കൊട്ടിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ ബാഗ് അൺബോക്സിംഗ് ആണ് കാണുന്നത് കേട്ടോ. ബാഗ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കഴുകി ഉണക്കി ബക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ മോള് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവളെടുത്ത് രണ്ടാളെ ബാഗ് എടുത്ത് കുടഞ്ഞ് ഞാൻ രണ്ടുവട്ടം ചോദിച്ചു കേട്ടോ, ബാഗ് എവിടെ വയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കറിയില്ല, അമ്മ അമ്മയോട് കഴുകി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞു ബക്കറ്റിനുള്ളിൽ കഴുകി വെച്ചിട്ടുണ്ട്, പോയി എടുത്തോന്ന് പറഞ്ഞപ്പോഴാണ് അവൾ പോയി എടുക്കണേ. അത് കഴിഞ്ഞതേ ഞാൻ ബാഹുബലിയുടെ ബോളെ മുകളിലേക്ക് കയറി യൂണിഫോമും സാധനമൊക്കെ എടുക്കുന്നതാണ്ട. ബലി 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 ബാഹുബലി റഹീനറാവും പോലെ ഇടിമിന്നൽ വീട്ടിൽ തൊടിയില്ലാടി. കണ്ടില്ലേ, ലേസ രുദ്രസ അവസാനം എൻ്റെ ബാഗ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു ഗായ്സ്. അത് കഴിഞ്ഞതേ അടുത്തത് ടവലിൻ്റെ ബാഗായിരുന്നു, അതും കിട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതേ ഇനി ഈ യാത്രകളൊക്കെ ഞാൻ തന്നെ മുളകി കയറണം, വേറെ ആളുമില്ല. ഇതിന് മോള് ഹെൽപ്പ് ചെയ്ത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എടുത്തു. അത് കഴിഞ്ഞതേ അടുത്ത ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ തന്ന ആക്ടിവിറ്റി സ്കൂൾ തുറക്കണതിൻ്റെ തലേ ദിവസമാണ് ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ ബുക്കും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ടൈം ടേബിൾ അനുസരിച്ച് ബാഗിലേക്ക് തിരികെ വയ്ക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ എടുക്കണ പറഞ്ഞു അമ്മ ഇത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് എന്നെ കളിയാക്കാൻ വരികയാണ്. അത് കഴിഞ്ഞതേ അവളെ ടൈം ടേബിളൊക്കെ കിട്ടിയപ്പോൾ ഏതൊക്കെ ബുക്കുകളെ കൊണ്ടുപോകണേന്ന് നോക്കി ബാഗിലേക്ക് തിരികെ വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്ത ആൾ പിന്നെ ചെയ്യേണ്ട വർക്കുകളൊക്കെ ഇരുന്നതേ അന്നത്തെ ദിവസം ഇരുന്ന് കാര്യമായിട്ടിരുന്ന് ചെയ്യാണ്. കാരണം വെക്കേഷൻ കൊടുത്ത 4 ആക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളൂ. അതിപ്പോഴാണ് ഇരുന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് തലേ ദിവസം ശേഷം ഇന്ന് സ്കൂൾ തുറന്നു. ജൂൺ 1 എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. നിങ്ങൾ കണ്ടേണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാളെയും കൂടി നിർത്തി ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു. കാരണം എന്താ വെച്ചാൽ സാധാരണ അവരുടെ സ്കൂളിൽ യൂണിഫോം ഇട്ടിട്ടാണ് പതിവ്. ഇപ്രാവശ്യം കളർ ഡ്രസ്സ് അലൗഡ് ആയ കാരണം ഇന്ന് രണ്ടാളെ നിർത്തി. അപ്പോൾ ചേർത്തിയുടെ കൂട്ടുകാരോടൊക്കെ ചോദിച്ച് ഒരേപോലെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങൾ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാളും റെഡി ആയിട്ട് നിന്നു. രണ്ടാളെയും കൂടി ഞങ്ങൾ കൊണ്ടാക്കാൻ ഫോട്ടോയൊക്കെ എടുത്തത് രണ്ടാളെയും കൂടി ചാടി കാവടി തുള്ളി പോകുന്നുണ്ട് കേട്ടോ. അത് ഇന്നത്തെ ഒരു ദിവസം തന്നെ പോകുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇഷ്ടമാണെങ്കിലും അത് എന്നാലും ബുദ്ധിമുട്ടാണ്. പഠിക്കാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ സ്കൂളിൻ്റെ അടുത്തേക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി വിളിച്ച് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ കയറിയ പിന്നത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി കുറച്ച് ദൂരം നടക്കാവുന്ന ദൂരമുള്ളൂ. അല്ലെങ്കിൽ 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ. അവിടെ ഇറങ്ങിയാലും ഞങ്ങൾക്ക് സ്കൂളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നത് സെൻറ്റ് വിൻസെൻ്റ് പള്ളോട്ടി സെൻട്രൽ സ്കൂളിലാണ്, കാളത്തോട് തന്നെയാണ് കേട്ടോ.
ഞങ്ങൾക്ക് വരാൻ എളുപ്പത്തിനാണ് ഞങ്ങൾ മക്കളെ ഇവിടെ ചേർത്തിയത്. അപ്പോൾ എനിക്കായാലും ചേട്ടനായാലും ഓടിപ്പടഞ്ഞ് വരാനും, ഇപ്പം എൻ്റെ പേരൻസിനായാലും അതെ, ഞാനില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കായാലും ഓടി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്കൂളിൽ തിരഞ്ഞെടുത്തേട്ടാ. അതിപ്പോൾ ചേട്ടനമ്മയ്ക്കായാലും ഞങ്ങളിപ്പോൾ വീട്ടിലില്ലെങ്കിൽ വരാൻ പറ്റുന്നത്. അപ്പോൾ അതെ, ബോർഡൊക്കെ കാര്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം എന്താണാവോ, അപ്പോൾ സ്കൂള് മൊത്തത്തിലൊന്ന് പുതുക്കി പണിതേണ്ട, ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ദേ ഫസ്റ്റ് തരം ഞങ്ങളിത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മക്കളെ കൊണ്ട് പോവാണ്. അപ്പോൾ ആദ്യം രണ്ടാളൊരു സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾ ഇപ്പോൾ ദേ ഹയർ സെക്കൻഡറിയിൽ പോയിട്ട് ഹൈസ്കൂൾ സെക്ഷനിലേക്ക് പോയി. ആൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആൾക്ക് 6ാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ ഈ ബ്ലോക്കിലേക്ക് വരേണ്ടി വന്നു. 5ാം ക്ലാസ് വരെ കഴിഞ്ഞ പ്രാവശ്യം LP ബ്ലോക്കിലായ കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം ചേച്ചി ഈ ബ്ലോക്കിലേക്ക് വന്നതിന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ അതേ അവൾക്ക് കിട്ടിയതാണ് ഒരു പൂവും ഒരു 2 പെൻസിലും കൂടി. ഫാദറൊക്കെ ഗ്രീറ്റിങ്സ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ടീച്ചേഴ്സും ഒക്കെ സപ്പോർട്ടീവായിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രൗണ്ടിലടക്കം തിരക്കായാലും ഗ്രൗണ്ടിലടക്കമാണ് പാർക്കിംഗ് ഏർപ്പെടുത്തിയത് അപ്പോൾ അതേ മോളെ ക്ലാസ്സിലെത്തി ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇതേപോലെ കൂട്ടുകാരികളൊക്കെ വന്നിട്ട് എല്ലാവരും 3 പേരും അതെ ബ്ലാക്ക് ഇട്ടിട്ടാണ്. 3 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ അവർ തമ്മിൽ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആളെ അവളുടെ ബ്ലോക്കിലേക്ക് കൊണ്ടാക്കുകയാണ്. അപ്പോൾ അവൾക്കും ഇവിടെ നിന്ന് കിട്ടി ഒരു പെൻസിലും ഒരു തൊപ്പിക്കാരനായ അപ്പൂപ്പൻ തൊപ്പിക്കാരൻ്റെ ഒരു ഫോട്ടോയും കിട്ടി. അവൾ അതിൽ ഹാപ്പി ആയിട്ട് അവൾക്ക് അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി. അപ്പോൾ എന്തിൻ്റെ ഹാപ്പിയിലാണ്. അപ്പോൾ ചേട്ടൻ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കി. 3rd B 3ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അവൾ പഴയ ടീച്ചർ തന്നെയാണ്. അപ്പോൾ അവിടെയും അതേ ടീച്ചർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. അത് കാരണം ടീച്ചർ വലിയ പരിചയപ്പെടുത്താൻ വന്നില്ല. അപ്പം ഞങ്ങൾ ഇതേ ചേട്ടൻ വണ്ടിക്കാരനെ കണ്ട്, വണ്ടിക്കാരൻ വെച്ചാൽ സുമേഷ് ചേട്ടനാണ് കുട്ടികളെ കൊണ്ടാക്കലൊക്കെ കേട്ടോ. അപ്പോൾ സുമേഷ് ചേട്ടൻ വിട്ടൊരു കളിയില്ല ഞങ്ങൾക്ക്. ഞങ്ങളെ കുട്ടികളെ സുരക്ഷിതമായിട്ട് കൊണ്ടാക്കുന്നത് സുമേഷ് ചേട്ടനാണ്. അപ്പോൾ സുമേഷ് ചേട്ടനൊക്കെ കണ്ട് സംസാരിച്ച് അപ്പുറത്ത് പോയിട്ട് നല്ല ഭംഗിയിൽ നല്ല അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ